ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദീപ് വ്ളോഗ്സ്. ഇതിന് എറണാകുളത്താണ്. ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ നിന്നും നേരെ എറണാകുളത്ത് വന്നിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ പോവാണ്. അപ്പം എനിക്ക് കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് കേട്ടോ. ഇന്നലെ രാത്രി വന്നുകൊണ്ട് ലേറ്റായാണ് വന്നപ്പോൾ ഇച്ചിരി ഡിലേ ആയിരുന്നു. നേരെ റൂമിൽ വന്ന് റൂമൊക്കെ എടുത്തു നേരെ കിടന്ന് ഫ്രഷായിരുന്നു. ഫ്രണ്ട് വരും നേരെ എനിക്ക് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോകണം. 7:00 റിപ്പോർട്ട് ചെയ്യണം. ശ്രീലങ്കൻ എയർലൈൻസാണ്. അന്ന് ശ്രീലങ്ക അവിടുന്ന് നേരെ പോയിട്ടാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻസ്. അപ്പോൾ നമുക്ക് നേരെ നിന്ന് എൻ്റെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എടുക്കുക. എൻ്റെ ഫ്രണ്ട് വരുമ്പോൾ നേരെ തന്നെ താഴെ ഇറങ്ങിയപ്പോൾ വെക്കേറ്റ് ചെയ്യുന്നത് അതിനകത്ത് ലഗേജ് തരണം കേട്ടോ. ഇച്ചിരി വർക്ക് ക്ഷീണമുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ട്രിവാൻഡ്രത്തുനിന്ന് ഫ്ലൈറ്റ് കിട്ടിയത് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വീഡിയോ ഒക്കെ ചെയ്തത്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ ദീപ് വ്ളോഗ്സ് എൻ്റെ യൂട്യൂബ് പേജും അതുപോലെ എൻ്റെ FB പേജായ ദീപ് വ്ളോഗ്സും ഇൻസ്റ്റാഗ്രാം ദീപ് മോഹൻ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, മറക്കരുത്. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ബാഗ് എടുക്കാൻ ഞാനത് തോർത്ത് കൊണ്ടുവരുന്നത്. എന്നാൽ ഇത് ഇനി എടുക്കുന്നില്ല. അതിവിടെ നമുക്ക് ഡംപ് ചെയ്തിട്ട് പോകാം വേസ്റ്റിലോട്ട്. ഓക്കെ, കിടക്കട്ടെ. അപ്പം ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നോക്കണം. ഓക്കെ, ടോയ്ലറ്റ് ഓഫ് ചെയ്തു, എല്ലാം ഓഫ് ചെയ്തു. ഫാന് ഇതാണ് എൻ്റെ ലഗേജ്. കണ്ടല്ലോ പേരൊക്കെ. സോ ഇനി ഒന്നിൻ്റെ കിടന്ന ബെഡൊക്കെ ഒന്ന് വെട്ടിയാക്കിയിട്ട് നമ്മൾ കിടന്നതാണെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കുക അല്ലേ ഗൈസ്. വൃത്തിയായിട്ട് കിടക്കട്ടെ. 800 രൂപയാണ് അവിടെ. ഇത്തിരി കൂടിപ്പോയി. ഒരു 4 മണിക്കൂറത്തേക്ക് 800 രൂപ മേടിച്ചു കഴിഞ്ഞാൽ സാരല്ലേ, നമ്മുടെ ആവശ്യമല്ലേ ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എല്ലാം എടുത്തോണ്ട് പുറത്തിറങ്ങാം. നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ വരും. 7:45 വരുമെന്ന് പറഞ്ഞു. എടുക്കാം. വെള്ളം ബാഗിൽ നിന്ന് വീണായിരുന്നു ഗൈസ്. ഓക്കെ, സോ രാവിലെ കുറച്ച് വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ഇന്ത്യൻ മണി കുവൈറ്റ് ദിനാറൊക്കെ മാറ്റണം. അപ്പോൾ അതിന് എക്സ്ചേഞ്ചിന് കൂടി പോകണം. വലിയ വിലങ്ങൾ ഇന്നലെ ട്രാൻഡ് സൺഡേ ആയിരുന്നു. ഞാനത് മറന്നു വരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് പൈസ കിട്ടിയുള്ളൂ. 7 കടിയൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് 13,000 രൂപ വാങ്ങാം. രാവിലെ അത് കിട്ടുമെങ്കിൽ നമുക്ക് പോയി മാറിയെടുക്കാം. ഗൈസ്, ഫ്രണ്ട് വന്നു. ഞാൻ റൂം വെക്കേറ്റ് ചെയ്യുന്നു. റൂം തുറക്കുന്നു. യെസ്, ഇരിക്കുമോ? ഇരുന്നോ? ആലുവ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ലോഡ്ജാണ്. ഗ്രാൻഡ് കേട്ടോ. എല്ലാം എടുത്തു. ഓക്കെ, എല്ലാം എടുത്തു. ചെറുതായിട്ടൊരു കാപ്പി കൂടിയൊക്കെ കഴിച്ചു കേട്ടോ. രാവിലെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വെറും വയറ്റിൽ പോകണ്ടെന്ന് വെച്ച് ആര്യസ് ആലുവയിൽ തന്നെ കയറി കഴിച്ചിട്ടാണ് അങ്ങോട്ട് യാത്ര ചെയ്തത്. എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അവനാണ് എന്നെ ഇവിടെ കൊണ്ട് എത്തിക്കുക. എൻ്റെ നാട് കടത്താൻ ഭയങ്കര മുന്നിൽ നിൽക്കുന്നവനാണ്. എന്നെ അവിടെ ഓടിച്ചേ പറ്റുമോ അവന്. ജയിന് വന്നിട്ട് എന്നെ യാത്രയാക്കിയിട്ട് അവനും പോയായിരുന്നു കേട്ടോ. നല്ല വിഷമമായിരുന്നു. എനിക്കും ഒരുപാട് വിഷമം തന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിട്ടിട്ട് തലേ ദിവസം തന്നെ ഫ്രണ്ട്സൊക്കെ കരയുന്ന കണ്ടിട്ടും ഫാമിലിയുടെ ഒക്കെ ഒരു സങ്കടമൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. ഇന്ന് അവനോട് പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ എന്തായാലും നേരെ എമിഗ്രേഷനിൽ അകത്തോട്ട് കയറാണ്. ആ ബോഡി പാസ്സൊക്കെ കഴിഞ്ഞ് വേണം അങ്ങോട്ട് പോകാനായിട്ട്. കൊളംബോയിൽ നിന്ന് പോയിട്ട് പോലുള്ള ടിക്കറ്റും കിട്ടി. കൊച്ചിയിൽ നിന്ന് നമ്മുടെ ശ്രീലങ്ക പോകാനുള്ളത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നേരെ 5ാം നമ്പറിലാണ്. അപ്പോൾ അവിടെയാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ അവിടെ നിന്നാണ് കയറേണ്ടത്. അപ്പോൾ ശ്രീലങ്കയിൽ രാവിലെ ആൾ കുറവാണെന്ന് തോന്നുന്നു. നോക്കാം. ദുബായി പോകുന്നത് കിടിലം ഫ്ലൈറ്റ് കേട്ടോ. ഒരു രക്ഷയില്ല. ഫ്ലൈറ്റിലോട്ട് ഇറങ്ങാണ്. എല്ലാ ബോഡി പാസും എല്ലാം കഴിഞ്ഞു. എമിഗ്രേഷൻ കഴിഞ്ഞു. നേരെ ഫ്ലൈറ്റിലോട്ട് ഇറങ്ങിയാണ്. ഞാൻ റൈറ്റ് സൈഡ് അങ്ങനെ കിടപ്പോയി. ദൈവത്തിന് വരുമ്പം ചെയ്യാം.
പൊളിയല്ലേ. നമ്മൾ നേരെ കയറി പോകുന്നത് നമ്മുടെ ഫ്ലൈറ്റിലോട്ടാണ് കേട്ടോ. ആദ്യമായിട്ട് ശ്രീലങ്ക എയർലൈൻസ് കയറുന്നു. യെസ്, ഇതാണ്ട്. വാവ്, പൊളി. കൊച്ചിയിൽ നിന്നും ഏറ്റവും ചെറിയൊരു ഫ്ലൈറ്റാണ് കേട്ടോ ലങ്കയുടെ. ഇത് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഈ ഒരു ഫ്ലൈറ്റുകളെല്ലാം നേരെ ശ്രീലങ്ക ചെന്നിട്ട് അവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും വലിയ ബോയിങ് എയർബസ് ഉള്ളത്. അപ്പോൾ ഇതൊരു ചെറിയ ഫ്ലൈറ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ലെഗ് സ്പേസൊക്കെ നല്ല കുറവായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ നമുക്കിതിൽ കാണാം. ഫോറിനേഴ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ലങ്കയിൽ കയറുന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ സേഫ്റ്റി ക്ലാസ്സൊക്കെ എടുത്തു. ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. ചെറിയൊരു സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സാൻഡ്വിച്ച് ആയിരുന്നു വെച്ച്. അതും കഴിച്ചപ്പോഴത്തേക്കും നമ്മൾ നേരെ ശ്രീലങ്കയിൽ എത്തിയിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ തന്നെയായിരുന്നു കേട്ടോ. അടിപൊളി ഒരു എയർപോർട്ടും നല്ലൊരു വ്യൂസൊക്കെ ഉള്ള. നമ്മൾ സത്യം പറഞ്ഞാൽ ശരിക്കും കേരള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നേരെ ആ ഒരു ബസ്സിലോട്ട് കയറി ഇനി നേരെ എയർപോർട്ടിൻ്റെ ലോഞ്ചിൽ അവിടെ ചെന്ന് അവിടെയാണ് നമുക്ക് ഇരിക്കേണ്ടത്. എനിക്ക് വൈകിട്ടാണ് ഫ്ലൈറ്റ്. അപ്പോൾ അതുവരെ ഇവിടെ സമയം സ്പെൻഡ് ചെയ്യണം. വൈകുന്നേരത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ എന്തായാലും നേരെ അങ്ങോട്ട് കയറാം. ഗൈസ്, ഞാൻ വന്ന ഫ്ലൈറ്റാണ് കിടക്കുന്നത്. ആ ശ്രീലങ്ക എന്നുള്ളതുകൊണ്ട് കണ്ടേ. ആദ്യമായിട്ടാണ് ശ്രീലങ്ക തന്നെ വരുന്നത്, ഫസ്റ്റ് ടൈം കേട്ടോ. ഫുൾ ഗ്രീനറിയാണ് ചുറ്റിനും. ലാൻഡിങ് സമയത്തൊക്കെ കിടിലാണ് കേട്ടോ. ഞാൻ ആ ഒരു വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം എനിക്ക് 3ാമത്തെ സീറ്റായിരുന്നു. അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ആ ഒരു ലാൻഡിങ് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അല്ല, അവിടുത്തെ ഒരു എക്സ്ചേഞ്ച് നോക്കിയായിരുന്നേ. ഇവിടെ മണി എക്സ്ചേഞ്ച് ഒന്ന് നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവിടെ ഇല്ല. കുവൈറ്റ് ദിനാർ കിട്ടില്ല. ഇവിടെ ശ്രീലങ്ക മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കാം. അങ്ങനത്തെ ലോഞ്ചാണ്. ഡ്യൂട്ടി ഫ്രീയും കാര്യങ്ങളും ഫുഡ് കോർണേഴ്സൊക്കെ കാണാം ഇവിടെ. ഞങ്ങൾക്ക് എന്തായാലും വൈകുന്നേരം വരെ ഉണ്ട്. ഇവിടെ ഫ്ലൈറ്റ് കാണാൻ പറ്റും ആ ഒരു സൈഡിൽ. ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ഞാനിവിടെ ഇരിക്കണം. 4 മണിക്കാണ് എൻ്റെ അടുത്ത ഫ്ലൈറ്റ് കുവൈറ്റിലോട്ടുള്ളത്. അപ്പം ഇതൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു എയർപോർട്ടാണ്. അപ്പം നമുക്ക് അത്രയും ശബ്ദം വയ്ക്കാനൊന്നും പറ്റില്ല. ഉറക്കെ സംസാരിക്കില്ല. കാരണം എല്ലായിടത്തും പോലീസൊക്കെ ഉണ്ട്. അപ്പം ഇനി നേരെ അങ്ങോട്ട് പോയി ഇരിക്കാം. അതുകൊണ്ട് ആ കാണുന്ന ലോഞ്ചിലാണ് പോകേണ്ടത്. അങ്ങോട്ടൊന്ന് പോവാം. ജസ്റ്റ് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ. പണി എന്താ നടക്കേണ്ടത് ഇതിനകത്ത് കണ്ടോ. എ സിയുടെ ഒരു ഇതാണ്. ഫുൾ എ സിയാണ് ഇതിനകത്ത്. ഇനി എന്തായാലും ഇവിടെ ഇരിക്കാൻ കുറച്ച് നേരം. അഞ്ച് മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഇരുന്ന് മടുത്ത് കേട്ടോ. ഞാൻ ഇവിടെ ഡിപ്പാർച്ചറിൻ്റെ ആ സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ശ്രീലങ്കൻ പൈസ മാറിയില്ല. രണ്ടത് കുറച്ച് കുവൈറ്റ് ദിനാർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ത്യൻ പൈസ ഉണ്ട്. ഇന്ത്യൻ പൈസ ഇവരെ ആരും എടുക്കില്ല. അപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പെട്ടു. ഈ ഒരു ചെറിയൊരു എയർപോർട്ടാണെങ്കിൽ ഒരുപാട് വേണ്ടില്ല ഫോറിനേഴ്സ്. ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തുമാത്രം ഫോറിനേഴ്സാണ് വരുന്നത്. നമ്മളെ കേരളത്തിൽ അങ്ങനെ കാണാനൊന്നും പറ്റില്ല. ഇത്രയധികം ഫോറിനേഴ്സൊക്കെ വരുന്ന കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഫ്ലൈറ്റ്സുകൾ എന്തുമാത്രം ഫ്ലൈറ്റ് ഉണ്ട്. അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. നല്ലൊരു വൈബ് കൂടി കണ്ടിട്ടുണ്ട്. അത് ഇരുന്ന സമയം പോകണം അറിയില്ല. വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ശ്രീലങ്ക എയർപോർട്ടിൽ ഇത് കൊളംബോയാണ് കേട്ടോ ശരിക്കും. അപ്പം ഞാനിനി നല്ല ഭക്ഷണം തന്നെ കഴിക്കട്ടെ. അപ്പം ഞാൻ അതുപോലെ തന്നെ എനിക്കുണ്ടല്ലോ ചെവി നല്ല പെയിൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നറിയാം, എനിക്ക് പ്രഷർ ചെയ്യാൻ പറ്റും. ഭയങ്കരമായിട്ട് പെയിനാണ്. പിന്നെ അതുപോലെ ശ്രീലങ്കൻ എയർലൈൻസ് പോളിയാണ് കേട്ടോ. ഇനി എന്തെങ്കിലും എനിക്ക് മേടിച്ച് കഴിക്കണം. നോക്കട്ടെ, ഇന്ത്യൻ മണി ഒന്ന് മാറാൻ പറ്റുമെങ്കിൽ മാറിയിട്ട് എന്തെങ്കിലും മേടിച്ച് കഴിക്കണം. അപ്പോൾ ഇനി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് നേരെ കുവൈറ്റ്. ഏകദേശം 5 മണിക്കൂറോളം വെയിറ്റ് ചെയ്തോട്ടെ. ഇരുന്നുകൊണ്ട് എനിക്ക് തന്നെ ഒട്ടും വയ്യാതായി. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് പാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. ശ്രീലങ്കക്കാരാണ് കൂടുതൽ. കുറച്ച് തമിഴ്, മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. എൻ്റെ കമ്പനി എനിക്ക് ഇങ്ങനെയായിരുന്നു പണി തന്നത്. എനിക്ക് ആക്ച്വലി വയ്യായിരുന്നു കേട്ടോ. ഒരുപാട് ഇരുന്ന ആ ക്ഷീണമൊക്കെ എനിക്കുണ്ടായിരുന്നു. വലിയൊരു ഫ്ലൈറ്റ് ആയിട്ട് കേട്ടോ. ഇവിടുന്ന് തന്നെ ഏറ്റവും വലിയൊരു ഫ്ലൈറ്റാണ് കിട്ടിയത്. ഞങ്ങൾക്ക് എക്കണോമിയിലാണ്. നേരെ എക്കണോമിയിലോട്ട് പോകണം. ഇത് ബിസിനസ് ക്ലാസ്സാണ്. ഈ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത്. എനിക്ക് എൻ്റെ ശബ്ദം തന്നെ ഒരുപാട് അടഞ്ഞതുപോലെ ആയിപ്പോയി. നേരെ അങ്ങ് കയറി. നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടെ നിന്നൊന്നും ഞാൻ കഴിച്ചില്ല. ഒരു കോഫി മാത്രമാണ് കുടിച്ചത്. അപ്പോൾ എനിക്ക് നേരെ ഫ്ലൈറ്റിനകത്ത് കയറും. അടിപൊളിയായിരുന്നു. സീറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. വലിയൊരു ബോയിങ് എയർ ബസ് തന്നെയായിരുന്നു കേട്ടോ ശ്രീലങ്ക. ഈ ശരിക്കും ഞങ്ങളുടെ ഗൾഫിലുള്ള പ്രവാസികൾ പറയുന്നത് ഇത് കള്ളുവണ്ടി എന്നാണ്. മാക്സിമം ആളുകളും ഇത് തന്നെയാണ് ചൂസ് ചെയ്യാൻ ശ്രീലങ്ക. ഫെയറും നമുക്ക് അഫോർഡബിളാണ്. അങ്ങനെ തന്നെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് 5.25 മണിക്കൂറാണ് ഇവിടുന്ന് കുവൈറ്റിലോട്ട് പോകാൻ. എല്ലാവരും ഇരുന്നുകൊണ്ട് നമുക്ക് സേഫ്റ്റി ക്ലാസ്സൊക്കെ അങ്ങനെ എടുത്തു തുടങ്ങി. നമ്മൾ ആ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്.
ശ്രീലങ്കയിൽ നിന്നും നേരെ കുവൈറ്റിലേക്ക് പോകണം. നല്ല വിശപ്പുണ്ട്. ഇനി ഫ്ലൈറ്റ് പൊങ്ങിയതിന് ശേഷം ഭക്ഷണമൊക്കെ തരും. നമുക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം അടിക്കാം. സാധനങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് കുറച്ച് റൈസും ഫ്രൂട്ട് കട്ട്ലറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒരു കേക്ക് ഉണ്ടായിരുന്നു. ഞാനൊരു ബിയർ ഓർഡർ ചെയ്തു. അതൊക്കെ ഇരുന്ന് കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. എൻജോയ് ചെയ്തു. എന്നോട് ഒരു ശ്രീലങ്കൻ പയ്യനെ കൂടി കണ്ടു. ഞാൻ ബ്ലോഗറാന്ന് പറഞ്ഞപ്പോൾ അവർ എന്നോട് വലിയ സന്തോഷമായിരുന്നു. എൻ്റെ കൂടെ ഇരുന്ന് അവൻ ഫുഡൊക്കെ കഴിച്ചു. ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഞാൻ നേരെ കുവൈറ്റിലോട്ടുള്ള യാത്രയാണ്. ഏകദേശം രാത്രി അവിടുത്തെ 9:30 മണിക്ക് അവിടെ എത്തും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.